Hi students, welcome to Target Learning App. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നമ്മളെവരെയും കാത്തിരുന്ന നീറ്റ് പരീക്ഷയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജൂലൈ 17 2022 ജൂലൈ 17 പരീക്ഷ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഗവൺമെൻറ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതേപോലെ തന്നെ AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലെയും MBBS BDS പ്രവേശനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ MBBS BDS മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ഹോമിയോപ്പതി, ആയുർവേദ, യൂനാനി, സിദ്ധ, വെറ്റിനറി, അതേപോലെ തന്നെ BSc അഗ്രികൾച്ചർ, BSc ഫിഷറീസ്, BSc ഫോറസ്ട്രി എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും അഡ്മിഷൻ കൊടുക്കുന്നത് നീറ്റ് പ്രവേശന പരീക്ഷ വഴിയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കേരളത്തിലെ ഈ അനുബന്ധ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതുകയും വേണം. എൻട്രൻസ് കമ്മീഷണർക്ക്, കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിക്കുകയും വേണം. അതായത് നീറ്റ് എഴുതുന്ന സ്റ്റുഡൻറ്റിന് 3 റാങ്ക് ഉണ്ടാവും. ഓൾ ഇന്ത്യ റാങ്ക്, ഓൾ ഇന്ത്യ കോട്ട റാങ്ക്, സ്റ്റേറ്റ് റാങ്ക്. ഈ സ്റ്റേറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഈ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് പ്രവേശനം കൊടുക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരിക്കൽ ഒരു വീഡിയോ ചെയ്യാം. ഏതായാലും നമുക്ക് ഇപ്രാവശ്യം നീറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്ലിക്കേഷൻ സമർപ്പണം നടക്കുന്നത് 6 ഏപ്രിൽ മുതൽ 6 മെയ് 2022 വരെയാണ്. ഒരു മാസം സമയമുണ്ട്. ഓൺലൈൻ സബ്മിഷനാണ് ആപ്ലിക്കേഷൻ ഫോം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫീ അടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 7th മെയ് വരെ ഡേറ്റ് ഉണ്ട്. 6th മെയിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് ഫീ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 7th മെയിൻ്റെ ഉള്ളിൽ അടക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ദെൻ അതേപോലെ തന്നെ കറക്ഷൻ ഇൻ പർട്ടിക്കുലേഴ്സ്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള ഓപ്ഷൻ സാധാരണ ഉണ്ടാവാറുണ്ട്. അത് ഈ വർഷവും ഉണ്ട്. അതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സാമിനേഷൻ്റെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ, ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ വരെ നീറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 1600 ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക്. RBC നോൺ ക്രീമിലിയർ, അതേപോലെ തന്നെ EWS എക്കണോമിക് വീക്കർ സെക്ഷന് വരുന്നത് 1500. അതേപോലെ തന്നെ SC ST PWD തേർഡ് ജെൻഡറിന് വരുന്നത് 900 ഫീസ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത മറ്റൊരു കാര്യം, അനൗൺസ്മെൻറ്റ് ഓഫ് ദ സിറ്റി ഓഫ് എക്സാമിനേഷൻ, അതൊക്കെ പിന്നീട് വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്യും. ഓക്കെ. അഡ്മിറ്റ് കാർഡും അത് വയ്യെ തന്നെ, അതായത് ആപ്ലിക്കേഷൻ സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ എക്സാമിനേഷൻ നടക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്, 17th ജൂലൈ 2022. അത്യാവശ്യം സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. എസ്പെഷ്യലി +2 ഗോയിങ് ബാച്ച് സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അവരുടെ പരീക്ഷ കഴിഞ്ഞാലും ഏകദേശം 2.5 മാസത്തോളം സമയം അവർക്ക് കിട്ടുന്നുണ്ട്. മെയ് മാസവും ജൂൺ മാസവും ജൂലൈയും കിട്ടുന്നുണ്ട്. ആ സമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്ത് വെൽ ഷെഡ്യൂൾഡായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവേശന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് സച്ചിൻ സാർക്ക് ചെയ്ത വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ. ദെൻ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ വരുന്നത് 200 മിനിറ്റ് ആണ്. നേരത്തെ അത് 180 മിനിറ്റ് ആയിരുന്നു. ഈ വർഷം വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്, 20 മിനിറ്റ് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 200 മിനിറ്റ്, 3 മണിക്കൂറും 20 മിനിറ്റും ആണ് എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. എക്സാമിൻ്റെ ടൈം ആസ് യൂഷ്വൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തന്നെയാണ്, 2 മണി മുതൽ 5:20 വരെ. അതേപോലെ തന്നെ സെൻറ്റർ, ഡേറ്റ് അതൊക്കെ ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതൊക്കെ ഹാൾ ടിക്കറ്റിൽ അനൗൺസ് ചെയ്യും. ഓക്കെ. ദെൻ എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും മറ്റ് ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടൊക്കെ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.nta.ac.in അല്ലെങ്കിൽ neet.nta.nic.in എന്ന വെബ്സൈറ്റിലാണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനൊക്കെ വേണ്ടി നിങ്ങൾ സന്ദർശിക്കേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ കഴിഞ്ഞ വർഷം സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഉള്ളത്. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സാമിനേഷൻ്റെ സെക്ഷൻ പാറ്റേൺ ഇവിടെ നോക്കിക്കോളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ ഈ 3 സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടണി, അതേപോലെ തന്നെ സുവോളജി. ഫിസിക്സിൽ സെക്ഷൻ A ഉണ്ട്, സെക്ഷൻ B ഉണ്ട്. സെക്ഷൻ Aയിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ്. ആ 35 ക്വസ്റ്റ്യൻസും കമ്പൾസറിയാണ്. ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്കാണ് ലഭിക്കുന്നത്. സോ 140 മാർക്ക്.
സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ ഒരു കുട്ടി 10 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ വർഷവും ഈ ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു. സെക്ഷൻ ബിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷേ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും കുട്ടി അറ്റൻഡ് ചെയ്താൽ ആദ്യം എഴുതിയ 10 എണ്ണമാണ് പരിഗണിക്കുന്നത്. ദെൻ അതേപോലെ തന്നെയാണ് കെമിസ്ട്രിയും 35-15, ബോട്ടണിയും സുവോളജിയും അങ്ങനെ തന്നെയാണ് 35-15. സോ ഇൻ ടോട്ടൽ വരുന്നത് 180 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. ഒരു സബ്ജക്റ്റിൽ നിന്ന് 45, അങ്ങനെ 180, 200 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് 180 ക്വസ്റ്റ്യൻ ആണ്. 180 × 4 720 മാർക്കിലാണ് നീറ്റിൻ്റെ ടോട്ടൽ സ്കോർ വരുന്നത് ഔട്ട് ഓഫ് 720. ഓക്കെ. സോ അതേപോലെ തന്നെ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് പിന്നെ സെക്ഷൻ 1-നുണ്ട്, സെക്ഷൻ എക്കും ഉണ്ട്, സെക്ഷൻ ബിക്കും എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തന്നെന്ന് മാത്രം. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയറൊക്കെ ഈ ബ്രോഷറിൽ അവൈലബിൾ ആണ്. ബ്രോഷർ പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സമർപ്പിക്കുക. മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ വാലിഡ് ഇമെയിൽ ID, ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഈ നീറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പിന്നെ 10th ആനിവേഴ്സറി, ടാർഗറ്റിൻ്റെ 10th ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു ഫ്രീ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മുമ്പ് സച്ചിൻ സാറും ഷാ സാറും ചാനൽ അനൗൺസ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൾറെഡി കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിത്ത് എക്സാംസ്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബോർഡ് എക്സാമിനേഷനാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് സെഷൻസും റെക്കോർഡഡ് ക്ലാസ്സസും ഓൺലൈൻ എക്സാംസും എല്ലാം ഫുൾ പാക്കേജ് വരുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. സോ അതിലേക്ക് കൂടെ നിങ്ങൾ താല്പര്യമുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. So wish you all the best. Thank you.